എല്ലാവർക്കും നമസ്കാരം. ഇതൊരു എൻ്റെ 2012 മോഡല് ബൊലാറോ ആണ്. ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ യൂസ് ചെയ്ത അവിടുത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയാം. കൂടുതലായിട്ട് റിവ്യൂ ആയിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. എന്നാലും നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴുള്ള ഇതിനെക്കുറിച്ചുള്ള പോരായ്മകളും ഇതിൻ്റെ നല്ല കുറച്ച് വശങ്ങളൊക്കെ കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് 2012 മോഡല് 13 രജിസ്ട്രേഷനാണ്. ഇത് എൻ്റെ കയ്യിൽ, അതായത് ഞാൻ വാങ്ങിയത് 2016 ഒക്ടോബർ ആ സമയത്താണ് എനിക്ക് തോന്നുന്നു, ഓണത്തിൻ്റെ ആ ടൈമിലാണ്. പിന്നെ ഇപ്പോൾ 10 വർഷത്തോളമായി അല്ലേ, 8 വർഷത്തോളമായി. 8 വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. ഇതിൽ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിലുള്ള വിസിബിലിറ്റി, അതായത് ഫുള്ളായിട്ട് നമുക്ക് റോഡ് കണ്ടുകൊണ്ട് തന്നെ ഓടിക്കാൻ പറ്റും. ബോണറ്റ് ഫുള്ളായിട്ട് നമുക്ക് കാണാം, റോഡിൽ സൈഡ് എല്ലാം നമുക്ക് കറക്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലിയറായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടും. അത് കറക്റ്റ് വണ്ടി അതിൽ കയറുന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ടയർ സൈസ് പറയുകയാണെങ്കിൽ 215, 75, 15 ആണ്. ഇതിപ്പോൾ യോക്കോമ കമ്പനീൻ്റെ ടയറാണ്. ഇതിപ്പോൾ ഞാൻ ഒരാഴ്ച മുന്നേ പുതിയത് ഇട്ടതാണ്. ഏകദേശം 7,400 ഒക്കെ വില വരുന്നുണ്ട് ഈ ടയറിന്. ഇത് ഫ്രണ്ട് ടയർ രണ്ടും യോക്കോമോൻ്റെയാണ്. പുറകിലത്തത് കഴിഞ്ഞ പ്രാവശ്യം അപ്പോളോ ടയറാണ്, അപ്പോളോൻ്റെ ടയറാണ് പുറകിൽ രണ്ടെണ്ണുള്ളത്. ഏകദേശം അത്യാവശ്യം കട്ടൊക്കെ ഉണ്ട്. ഇതിന് ഹലോജൻ ബൾബുള്ള ഹെഡ്ലൈറ്റാണ്. വിസിബിലിറ്റി ഒക്കെ കുറവാണ് ശരിക്കും. രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ മെറ്റൽ പമ്പറാണ്. പിന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇപ്പോൾ പുതിയത് വെച്ചതാണ്. അത് മുന്നേ ഉണ്ടായിരുന്നതൊക്കെ അതിൻ്റെ പഴയ മോഡലായിരുന്നു. അതിൻ്റെ കളറൊക്കെ പോയി, അങ്ങനെ പുതിയ നമ്പർ പ്ലേറ്റ് വെച്ചതാണ്. പിന്നെ ഗ്രില്ല്, സൈഡിലോട്ട് വരുമ്പോൾ അതിൻ്റെ മിറർ ശരിക്കും ബോഡി കളറിനായിട്ടാണ് വരുന്നത്. ഈ കവറ്, അതിനകത്ത് ഇൻഡിക്കേറ്റർ, അതൊക്കെ ഞങ്ങൾ വെച്ചതാണ് വരുന്നത്. സൈഡിലോട്ട് വരുമ്പോൾ ഈ ഡോറിൻ്റെ ഇഞ്ചസൊക്കെ ശരിക്കും ഇത് വെളിയിൽ വരുന്ന രീതിയിലുള്ളൊരു ഇതാണ് കാണിച്ചത്. പിന്നെ ഫുഡ് റെസ്റ്റിൻ്റെ ഈ ബോർഡറൊക്കെ ഉണ്ടല്ലോ, ഇത് ബസ്സിൻ്റെ ഫുഡ് റെസ്റ്റിൻ്റെ ഇത് എടുത്തിട്ട് ഞാൻ ചെയ്തതാണിത്. എഡ്ജ് ഇതിന് ശരിക്കും കമ്പനി വരുന്നതിൻ്റെ എഡ്ജൊന്നും വലിയ ബലം ഉണ്ടാവില്ല. അങ്ങനെ ബസ്സിൻ്റെ ഇത് എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് വെച്ചതാണ് ഈ കാണുന്നത് ഫ്രണ്ട്. അങ്ങനെ സൈഡിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഈ സൈഡിൽ ഇങ്ങനെ വന്ന് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബൊളാറോ ആ സമയത്ത് ഇറങ്ങിയ ബൊളാറോ ZLX, അതിൻ്റെ ലോഗോയാണ് ഈ കാണുന്നത്. പിന്നെ പുറകുവശം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഡോറിലാണ് ശരിക്കും കമ്പനി വരുന്നത്. അതിനകത്ത് അതിൻ്റെ ഒരു കവറുണ്ട്, അതിൽ ലോഗോ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ സെപ്പറേറ്റ് വണ്ടി വാങ്ങിയിട്ട് ഞാൻ ചെയ്തത് റിവേഴ്സ് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമറയാണ് ഇത്. റിവേഴ്സ് ക്യാമറ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം പോലത്തെ ഒരു സിസ്റ്റം അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ പുറകിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പർ പ്ലേറ്റ് ഞാൻ ചേഞ്ച് ചെയ്തു. ഈ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ് അതൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തായിരുന്നു. എൻ്റെ ഇടയിൽ അത് കംപ്ലൈൻ്റ് ആയിരുന്നു. ഈ ബൊലോറോന്നിലേക്ക് ഈ ബാക്ക് സ്റ്റോപ്പ് ബോർഡ് അത് ചേഞ്ച് ചെയ്തു. അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്.
ഇതിന്റെ ടെയിൽ ലാമ്പിന്റെ ഈ സ്റ്റീലിന്റെ ഇതൊക്കെ സെപ്പറേറ്റ് ഞങ്ങൾ വാങ്ങി വെച്ചതാണ്. ഈ കോട്ടിങ് ഇതൊക്കെ കമ്പനി വരുമ്പോൾ ഇങ്ങനെയല്ല, അത് കളറായിട്ടാണ് വരുന്നത്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് വെച്ചതാണ്. ഡോർ ഹാൻഡിലേക്ക് കൊടുത്ത് കവറ് ചെയ്യുന്നതാണ്. ബാക്കിൽ ടയർ ബാക്കി 2 ടയർ അപ്പോളോ ടയറാണ് ഫസ്റ്റ് വാങ്ങിയത്. ഇത് 2 ടയറും ഇത് 5 വർഷം വാറണ്ടി തന്ന ടയറാണിത്. ഏകദേശം 7,200, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7,400 വില വരുന്ന ടയറാണ്. ഇതിൻ്റെ മേലത്തെ കാരിയർ വണ്ടി കിട്ടുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അത് കാരിയറും ഒക്കെ വരുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓരോന്നും എടുത്ത് കാണിക്കുമ്പോൾ ആ ലുക്ക് കാരിയർ, അതേപോലത്തെ ബാക്കത്തെ സ്പോയിലർ അതെല്ലാം കൂടി വരുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു ലുക്ക് നമുക്ക് എടുത്ത് കാണിക്കുക. യാത്ര ചെയ്യാനൊക്കെ ഉള്ള സുഖം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കാറിലൊന്നും പോകുന്ന യാത്ര ചെയ്യുന്ന ആ സുഖം നമുക്ക് ലോങ് പോകുമ്പോഴും നമുക്ക് കിട്ടൂല. ശരിക്കും നല്ല കുലുക്കം ഒക്കെ തന്നെയാണ്. പിന്നെ യാത്രയൊക്കെ ആസ്വദിച്ച് മാക്സിമം ഒരു 60-70 ആ സ്പീഡിലൊക്കെ ഇങ്ങനെ നമുക്ക് പോകാന്നുള്ളൂ. ഭയങ്കരമായിട്ട് കാറൊക്കെ കൊണ്ടുപോകുന്ന പോലെ സ്പീഡിലൊന്നും നമുക്ക് 100 അങ്ങനെ 100 ഓടിച്ച് കൊണ്ടുപോകാനൊന്നും നമുക്കിത് പറ്റൂല. ബ്രേക്കും ഒക്കെ കുറവാണ് ശരിക്കും. ബ്രേക്കൊക്കെ നമ്മൾ അത്യാവശ്യം ഒരു 60-70 സ്പീഡിലൊക്കെ പോയാൽ തന്നെ ബ്രേക്കൊക്കെ ചവിട്ടിയാൽ കിട്ടുള്ളൂ. പിന്നെ ബ്രേക്ക് വരുന്നത് മുന്നിൽ ശരിക്ക് ഡിസ്ക്കാണ്, ബാക്കിൽ വരുന്നത് ഡ്രം ബ്രേക്കാണ് വരുന്നത്. അങ്ങനെയാണ് ഇത് വരുന്നത്. 7 സീറ്റ് വണ്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ശരിക്കും ബാക്കത്തെ 2 സീറ്റ് നമുക്ക് യൂസ് ചെയ്യാനൊന്നും കഴിയില്ല. ചെറിയ ട്രിപ്പിന് ശരിക്കും കുട്ടികൾക്കൊക്കെ ഇരിക്കാനേ പറ്റുള്ളൂ. ലോങ്ങൊന്നും പോകുമ്പോൾ യൂസ് ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ലഗേജ് വെക്കാന്നല്ലാതെ വേറെ യൂസേജിനൊന്നും കഴിയില്ല. ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ. പിന്നെ വണ്ടീൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. നമുക്ക് എഞ്ചിൻ്റെ ഡാഷ്ബോർഡ് നമുക്ക് തുറന്ന് നോക്കാം, മോണിറ്റ് തുറന്ന് കാണിച്ചു തരാം. ഇപ്പോൾ തുറക്കണമെങ്കിൽ നമ്മൾ പിന്നെ ഇവിടെ ലിവറുണ്ട്. വലിച്ച് ടോപ്പർ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ വരുന്നത് എയർ ഫിൽറ്റർ, ബൈക്കിൻ്റെ ഓയിലും കാര്യങ്ങളും, ഇത് ബൈക്കിൻ്റെ വാട്ടർ പോണത്, ഇത് ക്ലച്ച് ഓയിൽ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. കൂളൻ്റ്, ബാറ്ററി ഏകദേശം പുതിയ ബാറ്ററിയാണ്. കഴിഞ്ഞ വർഷം വാങ്ങിയ ബാറ്ററിയാണ്. 12 ബാറ്ററി. പിന്നെ എ സി ഒക്കെ അത്യാവശ്യം
എ സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കൂളിങ്ങുള്ള എ സിയാണ്. പക്ഷെ പുറകിലോട്ട് നമുക്ക് എ സി കിട്ടില്ല ശരിക്കും. മുന്നിലിരിക്കുന്ന ആള് നല്ല തണുപ്പായിരിക്കും, പക്ഷെ പുറകിലോട്ട് എ സി എത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. വണ്ടീനെ കുറിച്ച് ഒരു മൈനസ് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ മൈനസ് അതായിരിക്കും. എ സി പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും കിട്ടില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അത്യാവശ്യം എല്ലാവരും പറയണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്യാവശ്യം തുരുമ്പ് വരുന്നൊരു വണ്ടി തന്നെയാണ് കൊണ്ടാരം. നമ്മുടെ അത് അടിയിൽ അണ്ടർ കോട്ടൊക്കെ ചെയ്ത് ശരിക്കും തുരുമ്പൊക്കെ വരാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ ഈ വണ്ടി തന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എത്ര 10-15 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. ഒരു തുരുമ്പ് പോലും എവിടെയും കാണിച്ചു തരാൻ കഴിയില്ല. നമ്മൾ എന്തെങ്കിലും ചളി അത്യാവശ്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അപ്പോൾ തന്നെ കഴുകും. കൂടുതൽ മഴ വന്നെല്ലാം കഴുകി വയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇതിൽ കിട്ടും. കൂടുതലായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട് ഏകദേശം 8 വർഷത്തോളമായി. നമ്മൾ ഇപ്പോൾ ഇത് മാറ്റി വേറൊരു വണ്ടി മേടിക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റം തോന്നില്ല ശരിക്കും. ഇത്രയും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പുതിയ വണ്ടി തന്നെ വാങ്ങിയാലോ എന്നപ്പോൾ ഞാൻ ആലോചിക്കണം. പക്ഷെ ഒറ്റ പോരായ്മയുള്ളൂ, എ സി നമ്മൾ പുറകിലുള്ള ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ചീത്ത പറയും. ചൂട് കാലത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എ സി അവർക്ക് കിട്ടില്ല. ആ ഒരൊറ്റ ബുദ്ധിമുട്ട് മാത്രമേ ഞാനിതിനകത്ത് മെയിനായിട്ട് കാണുന്നുള്ളൂ. പിന്നെ എഞ്ചിൻ്റെ ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലൈൻറ്റുകളോ ഒന്നും നമുക്ക് കൂടുതലായിട്ടൊന്നും വരില്ല. ഇപ്പം എനിക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് വന്നത് എഞ്ചിൻ്റെ ക്ലച്ച് ഡിസ്ക് 2 പ്രാവശ്യത്തെ മാറ്റിയിട്ടുണ്ട്. അത് നമ്മളടുത്ത് കിട്ടുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം ശരിയല്ലായിരുന്നു. അങ്ങനെ പിന്നെ 2 പ്രാവശ്യത്തെ ഞാൻ മാറ്റി. അതൊന്ന് പിന്നെ ബ്രേക്ക് പാഡ് അങ്ങനത്തെ അതൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉള്ള പീസോടെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് വരിക. ഫ്രണ്ട് ടിഷ്യൂ ബോക്സൊക്കെ ഇത് ദുബായിൽ ഞാൻ വർക്ക് ചെയ്യണ കമ്പനിയിൽ ഞാൻ ചെയ്തുകൊണ്ട് വന്നതാണ്. ഞാൻ ഉണ്ടാക്കിയതാണത്. അക്രലിക് മിറർ വെച്ചിട്ടുള്ളൊരു ടിഷ്യൂ ബോക്സാണ്. സീവൻ്റ് ഈ മ്യൂസിക് സിസ്റ്റം ഞാൻ ചേഞ്ച് ചെയ്തതാണ്. കമ്പനി തന്നായിരുന്നത് അത് വർക്ക് ചെയ്യാതെ. പിന്നെ ഞങ്ങൾ ഷോറൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് കോഴിക്കോടോ അവിടെയൊക്കെ പോയി നന്നാക്കി വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതാണ് എടുത്ത് ഒഴിവാക്കി. പിന്നെ സീവൻ്റൊക്കെ എൻ്റെ മോൻ്റെ ചെറുപ്പകാലത്തെ വികൃതിയാണതൊക്കെ. ദേഷ്യം വന്ന് അപ്പോൾ വലിച്ചു പൊട്ടിക്കുക. അങ്ങനെ കംപ്ലീറ്റ് പൊട്ടിയിട്ടുണ്ട്. ഈ ഹാൻഡിൽ ഇതൊക്കെ അങ്ങനെ പൊട്ടിച്ചതാണ്. ഇതൊക്കെ എന്നിട്ട് ഷോറൂമിൽ പോയി വാങ്ങിക്കൊടുത്താണ് ഈ ഹാൻഡിലൊക്കെ. ദേഷ്യം വരുമ്പോഴുള്ള വികൃതിയാണ് അതൊക്കെ. അതങ്ങനെ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ റിവേഴ്സ് ക്യാമറ ഒക്കെ ഉള്ള ഇതിൽ നമുക്ക് കാണാൻ പറ്റും. റിവേഴ്സ് ക്യാമറ കാണാൻ പറ്റും, വ്യൂ കാണാൻ പറ്റും. പിന്നെ എ സിൻ്റെ ഉണ്ട്, തെർമോസ്റ്റാർ അങ്ങനെയൊക്കെ. പിന്നെ ഇതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രസ്റ്റ് ശരിക്കും ഇതിന് വരുന്നില്ല. ഇത് ഞാൻ വേറെ വാങ്ങി വെച്ചാണ്. ഇത് അന്ന് 400 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഗിയർ ലിവർ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ റെഡ് ലൈറ്റിൻ്റെ റിമോൻ്റെ സ്വിച്ചുകളാണ് വരുന്നത്. സീറ്റ് ശരിക്കും ഇതല്ല ഇതിന് വരുന്നത്, ഫാബ്രിക് പോലത്തെയാണ്. ഇത് വേറെ സീറ്റ് കവർ ചെയ്തിട്ടതാണ് ഞങ്ങൾ. സീറ്റൊന്നും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട്, ബാക്കിൽ പുറകിൽ അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ഗിയർ പറയുകയാണെങ്കിൽ 5 സ്പീഡ്, പിന്നെ റിവേഴ്സ് അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ബോക്സ് ഉണ്ട്, പവർ വിൻഡോ ആണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. രണ്ടാമത്തെ ഒരു മൈനസ് പറയുകയാണെങ്കിൽ പവർ വിൻഡോ നമുക്കിപ്പോൾ ഈ ആൻഡ്രോയിഡ് വെസ്റ്റോട് കൂടിയിട്ട് തീരെ കഴിയില്ല. എന്തെങ്കിലും കണ്ട ഇവിടെയാണ് ഇതാണ് പവർ വിൻഡോ സ്വിച്ച് വരുന്നത്. അത് പുറകിലായാലും ഫ്രണ്ടിലായാലും ഇവിടെ വരുന്നത്. പുറകത്തെ ഡോറ് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈയിട്ടിട്ട് തുറക്കണം. ഇപ്പോഴത്തെ പുതിയ മോഡൽ വണ്ടിയിൽ 2 സൈഡിൽ പുറകിൽ മാത്രം ഡോറിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ എനിക്ക് വേണം ഇവിടെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നത്. ഇവിടെ തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക. ഇവിടെ ഒരു ചാർജർ പോർട്ടുണ്ട്. ചാർജർ ഫോണൊക്കെ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഇവിടെ ഉണ്ട്. അതിനുള്ളൂ. ഫ്രണ്ടിൽ പിന്നെ കൂടുതൽ കാര്യമായിട്ടൊന്നും ഇല്ല ശരിക്കും. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വണ്ടീൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെറുതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ
എത്ര മൈലേജ് ആവറേജ് കാണിക്കുന്നുണ്ട്, എത്ര കിലോമീറ്റർ ഓടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്ര മണിക്കൂർ നമുക്ക് കിട്ടും അതൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നു. ചെറിയ ഡിസ്പ്ലേ. ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ സ്പീഡ് മീറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ. ഫ്യൂവലിൻ്റെ അത് സൈഡിൽ കാണുന്നതാണ് ഫ്യൂവൽ. ഇതാണ് ഫ്യൂവലിൻ്റെ അത് കാണിക്കുന്നത്. ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി വണ്ടി ഉള്ളത്, അങ്ങനെ എൻജിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നു. സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഹൈറ്റ് ഒന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ശരിക്കും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കയറിയിരുന്നാൽ ഫ്രണ്ടിലോട്ട് ഫുള്ളായിട്ട് നല്ല ഇത് തന്നെയാണ് സീറ്റ് ഇരിക്കുന്നത്. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കാലൊക്കെ അത്യാവശ്യം ഇവിടെ തട്ടും. ഇതിപ്പോൾ സീറ്റ് എൻ്റെ ഹൈറ്റിനനുസരിച്ച് ഞാൻ കുറച്ച് ബാക്കിലോട്ടാണ് വെച്ചത്. കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് വെക്കാം, എന്നാലും നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ സൈസ് സപ്പോർട്ടൊക്കെ ശരിക്കും കുറവാണ് ബാക്കിൽ. പുറകിൽ ഇവിടെ ഒരു ആംബ്രസ്റ്റ് ഉണ്ട്, അതിങ്ങനെ മുടക്കി വെക്കാം. അങ്ങനെ ബാക്കത്തെ ഇതുള്ളത് കയറണം. കുറച്ച് പ്രായമായി കഴിഞ്ഞാലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ട്രസ്റ്റിൽ ചവിട്ടി മുന്നോട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. പുറകുവശം പുറകുവശം 2 സീറ്റുണ്ട്. നമുക്ക് ലോങ് ഒന്നും പോകാൻ കഴിയില്ല കഴിയില്ല. കുട്ടികളൊക്കെ ആണെങ്കിൽ 2 കുട്ടികളൊക്കെ 2-3 കുട്ടികളൊക്കെ അവരൊക്കെ ഇരിക്കാന്നല്ലാതെ വലിയ ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇരുന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. പുറകിൽ ബാക്കിൽ നിന്നുള്ള ഇവിടെ ബാക്കത്തെ വൈപ്പറിൻ്റെ വാട്ടർ ഇടുന്ന ഇതാണ് കാണുന്നത്. വാട്ടർ ചെയ്യാൻ പറ്റും. പുറകിലെ വൈപ്പറിൻ്റെ സ്റ്റെപ്നി ടയർ ചെയ്ത് ഇൻസൈഡിൽ വരുന്നത് ഇത് അവിടെ ഒരു ഷെയ്ഡിൻ്റെ അത് വരുന്നുണ്ട്. അതിനകത്ത് കോഡൈവറിൻ്റെ അവിടെ ഒരു മിറർ വരുന്നുണ്ട്. മിററും കൂടി ആഡായിട്ട് വരുന്നുണ്ട്. ഡോറിലൊന്നും ശരിക്കും നമുക്ക് സ്റ്റോറേജ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇതാണ് രണ്ട് പോക്കറ്റ് പോലെ കാണുന്നുണ്ടല്ലേ. അതിനകത്ത് നമുക്കൊരു കുപ്പി പോലും വാട്ടർ ബോട്ടിൽ 500-ൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ പോലും വെക്കാൻ നമുക്ക് കഴിയില്ല. ഇതൊക്കെ ഹാൻഡിലെ കാര്യം യൂസ് ചെയ്യാമെന്നാണ്. അങ്ങനെയൊക്കെ പറ്റില്ല. വേറൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഡോർ പാടൊക്കെ 2 പുറകിലും എല്ലായിടത്തും വരെ പോലെ തന്നെയാണ്.